ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും കുബ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഡെപ്യൂട്ടി ജനറൽ മാനേജർ എക്സാമിന് ചോദിച്ചിട്ടുള്ള 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 20 കോപ്പറേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആൻഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ എക്സാമിന് ചോദിച്ചിട്ടുള്ള 20 കോപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. First question, the Crafty Card recommended the establishment of NABARD. അതായത് നെബാർഡിനെ റെക്കമെൻഡ് ചെയ്തത് ക്രാഫ്റ്റി കാർഡ് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. നെബാർഡ് എപ്പോഴാണ് നിലവിൽ വരുന്നത്? നെബാർഡ് നിലവിൽ വരുന്നത് 1982 ജൂലൈ 12 നെബാർഡ് നിലവിൽ വരുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നെബാർഡിൻ്റെ ഫുൾ ഫോം. അപ്പം നിലവിൽ വരുന്നത് 1982 ജൂലൈ 12 ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് ക്രാഫ്റ്റി കാർഡ് കമ്മിറ്റിയാണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, NCCT സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. NCCT എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ആണ് അതിൻ്റെ എക്സ്പാൻഷൻ. NCCT നിലവിൽ വരുന്നത് 1973 ജൂലൈ 1 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. NCCTയുടെ ചെയർമാൻ ആരാണ്? NCUAയുടെ പ്രസിഡന്റ് ആണ് NCCTയുടെ ചെയർമാൻ. അതുപോലെ തന്നെ NCCTയുടെ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് NCUAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, പിന്നെ ഇനി പറയാൻ പോകുന്നത് NCCTയുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. 3 ലെവൽ സ്ട്രക്ചർ ആണ് വരുന്നത്. അപ്പെക്സ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ. അപ്പെക്സ് ലെവലിൽ വരുന്നത് വാംനിക്കോം. വാംനിക്കോം എന്ന് പറഞ്ഞാൽ എന്താണ്? വൈകുന്ത മേത്ത നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് അല്ലേ. അപ്പോൾ അപ്പെക്സ് ലെവലിൽ വരുന്നത് വാംനിക്കോം ആണ്. മിഡിൽ ലെവലിൽ വരുന്നത് ICM ആണ്. ഏറ്റവും ലോവർ ലെവലിൽ വരുന്നത് സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെന്റർ. അപ്പോൾ ഈ ഫസ്റ്റ് 2 ലെവലിലുള്ളത് അപ്പെക്സ് ലെവലിലും മിഡിൽ ലെവലിലും ഉള്ളതായ വാംനിക്കോമിനെയും ICMനെയും കൺട്രോൾ ചെയ്യുന്നത് NCCT ആണ്. എന്നാൽ സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റർ അല്ലെങ്കിൽ ജൂനിയർ ട്രെയിനിങ് സെന്ററിനെ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്. അപ്പോൾ NCCT വന്ന വർഷം മറക്കരുത്, 1973 ജൂലൈ 1 NCCT നിലവിൽ വരുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ദി പ്രൈമറി ഒബ്ജക്റ്റ് ഓർ പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് ഡാഷ് ഈസ് ദ ട്രാൻസാക്ഷൻ ഓഫ് ബാങ്കിങ് ആസ് പെർ ദി ഡെഫിനിഷൻ ഗിവൺ അണ്ടർ പാർട്ട് 5 ഓഫ് ദി BR ആക്ട് 1949. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അതിൻ്റെ പാർട്ട് 5 എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദ പ്രൈമറി ഒബ്ജക്റ്റ് ഓർ പ്രിൻസിപ്പൽ ബിസിനസ് ഓഫ് ഡാഷ് ഈസ് ദ ട്രാൻസാക്ഷൻ ഓഫ് ബാങ്കിങ് ആസ് പെർ ദി ഡെഫിനിഷൻ ഗിവൺ അണ്ടർ പാർട്ട് 5 ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. പാർട്ട് 5 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പാർട്ട് 5 ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് NAFCUP ഈസ് അറ്റ് ഡാഷ് ആൻഡ് ഇറ്റ്സ് ആർ ഓഫ് ഓപ്പറേഷൻ ഇസ് ദ ഹോൾ ഓഫ് ദി കൺട്രി. NAFCUPന്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. NAFCUPന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഡൽഹിയിലാണ്. NAFCUP നിലവിൽ വരുന്നത് 1964. എപ്പോഴാണ്? 1964 NAFCUP നിലവിൽ വരുന്നത്. അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണ്. അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹോൾ കൺട്രിയിലാണ്. പക്ഷേ അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഡൽഹിയിലും ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഹോൾ കൺട്രിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ മാൻ വൺ വോട്ട്. ദിസ് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് കമ്മിറ്റി. വൺ മാൻ വൺ വോട്ട് എന്ന പ്രിൻസിപ്പിൾ ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ്? ആൻസർ മെക്ലഗൻ കമ്മിറ്റി. മെക്ലഗൻ കമ്മിറ്റിയാണ് വൺ മാൻ വൺ വോട്ട് എന്ന പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ആൻസർ ഇറ്റ്സ് ബൈലോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അതിൻ്റെ ബൈലോയിലാണ്. ഓക്കെ, ഇനി സെവൻത് ക്വസ്റ്റ്യൻ, കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി സെക്കൻഡ് ലിസ്റ്റ് ഓഫ് ദി ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻസർ 7th ഷെഡ്യൂൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എത്രാമത്തെ, അതായത് 7th ഷെഡ്യൂളിലെ സെക്കൻഡ് ലിസ്റ്റിലാണ് കോപ്പറേഷനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂളിൽ സെക്കൻഡ് ലിസ്റ്റ് പ്രകാരമാണ് കോപ്പറേഷൻ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത 8th ക്വസ്റ്റ്യൻ, ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫണ്ടമെന്റൽ റൈറ്റ് ആസ് പെർ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.
to register a cooperative society is fundamental right as per article dash of the Indian Constitution. ആൻസർ 19(1)(c)ലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 19(1)(3)ലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 19(1)(c) ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി 9th ക്വസ്റ്റ്യൻ. ദ നാഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആൻസർ 1958. നാഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 1958ലാണ്. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ. വിച്ച് പ്രൊവിഷൻ ഓഫ് ദി KCX ആക്ട് ഈസ് ഡിക്ലെയർഡ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ ഹോണറബിൾ കേരള ഹൈക്കോർട്ട്? അതായത് വിച്ച് പ്രൊവിഷൻ ഓഫ് ദി KCX ആക്ട് ഈസ് ഡിക്ലെയർഡ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ? ആൻസർ സെക്ഷൻ 7(1)(c)ലാണ്. ഇനി 11th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഔട്ട്ഫ്ലോ ഫ്രം ദി പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി? ആൻസർ റിസർവ് ഫണ്ട് ആണ്. ഇതിൽ 4 ഓപ്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓപ്ഷൻസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, വായിക്കാം. ക്വസ്റ്റ്യൻ എടുക്കും കൂടെ വായിക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഔട്ട്ഫ്ലോ ഫ്രം ദി പ്രോഫിറ്റ് ഓഫ് എ സൊസൈറ്റി? ഓപ്ഷൻ എ റിസർവ് ഫണ്ട്, ഓപ്ഷൻ ബി ഡിവിഡൻഡ്, ഓപ്ഷൻ സി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ആൻഡ് ഓപ്ഷൻ ഡി മെമ്പർ റിലീഫ് ഫണ്ട്. ആൻസർ റിസർവ് ഫണ്ട് ആണ്. ഇനി 12th ക്വസ്റ്റ്യൻ. NCDC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1963. NCDC പറഞ്ഞാൽ എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് NCDC എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1963 ആണ്. ഡേയും മന്തും എപ്പോഴാണ്? 13 മാർച്ച് 1963ലാണ് NCDC നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി 13th ക്വസ്റ്റ്യൻ. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഈസ് അസോസിയേറ്റഡ് വിത്ത് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഈസ് അസോസിയേറ്റഡ് വിത്ത് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഇനി 14th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് DCBs got RBI license in 2012? ആൻസർ കോഴിക്കോട്. അതായത് 2012 RBI ലൈസൻസ് കിട്ടിയിരിക്കുന്നത് ഏത് DCBക്കാണ്? അത് കോഴിക്കോട് DCBക്കാണ് RBIയുടെ ലൈസൻസ് 2012 ലഭിക്കുന്നത്. ഇനി 15th ക്വസ്റ്റ്യൻ. വിച്ച് among the following is not a regular member of the Kerala State Cooperative Bank? ആൻസർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു റെഗുലർ മെമ്പർ അല്ലാത്തത് ആരാണ്? ആൻസർ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ബാങ്ക് അല്ല, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, ഇനി 16th ക്വസ്റ്റ്യൻ. ദി ക്രെഡിറ്റ് ഓഫ് ഓർഗനൈസിംഗ് ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഗോസ് ടു ഡാഷ് ഫ്ലാനൽ വീവേഴ്സ് ഓഫ് ദി റോക്ക്ഡെയിൽ നിയർ മാഞ്ചസ്റ്റർ ഇൻ ഇംഗ്ലണ്ട്. ആൻസർ 28. ഇംഗ്ലണ്ടിലാണ് മാഞ്ചസ്റ്റർ അല്ലേ? അപ്പൊ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയിൽ എത്ര മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്? 28 മെമ്പേഴ്സ് ആണ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എപ്പോഴാണ് നിലവിൽ വന്നത്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി നിലവിൽ വരുന്നത് 1844ലാണ്. അതിൽ 28 മെമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. അതെവിടെ സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്ററിലായിരുന്നു. ഓക്കെ, ഇനി 17th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വാസ് നോട്ട് എ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ അല്ലാത്തത്? ഓപ്ഷൻ എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബി കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, സി ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് ഡി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ആൻസർ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി ആണ്. ബാക്കി 3ഉം റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ ആണ്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി മാത്രം റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളിന്റെ ഭാഗമല്ല. ഇനി 18th ക്വസ്റ്റ്യൻ. Cooperation something more than system. It is a spirit which is appeal to the heart and mind. It is a religion applied to business. It is a gospel of self-sufficiency and service. Whose definition is this? Cooperation something more than system. It is spirit which appeals to the heart and mind. It is religion applied to business. It is a gospel of self-sufficiency and service. ഇത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? മാൽക്കം ഡാർലിംഗ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി 19th ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ വാസ് ഓർഗനൈസ്ഡ് ഇൻ ബോംബെ ഇൻ ദി ഇയർ 1911. ദി ഇനീഷ്യേറ്റീവ് ഓഫ് നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റർ, ഹൂ വാസ് ദാറ്റ് പേഴ്സൺ? ആൻസർ ലല്ലുഭായ് സമൽദാസ്.
അതായത് 1911 ബോംബെയിലാണ് ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത്. ബോംബെയിലാണ് 1911 ബോംബെയിലാണ് ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് നിലവിൽ വരുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റേഴ്സിന് അവരെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിലവിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റത്തെ നോൺ ഒഫീഷ്യൽ കോപ്പറേറ്റർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ലല്ലുഭായ് സമൽദാസ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി ചെയർമാൻ ഓഫ് ദി അഗ്രികൾച്ചർ ഫിനാൻസ് സബ് കമ്മിറ്റി അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1944? ആൻസർ പ്രൊഫസർ ഡി.ആർ. ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ ആണ് അഗ്രികൾച്ചർ ഫിനാൻസ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ. അഗ്രികൾച്ചർ ഫിനാൻസ് സബ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ഗവൺമെന്റ് ആണ്. അഗ്രികൾച്ചർ ഫിനാൻസ് സബ് കമ്മിറ്റി നിലവിൽ വന്നത് 1944ലാണ്. അപ്പൊ അതിന്റെ ചെയർമാൻ ഗാഡ്ഗിൽ ആണ്. ഓക്കെ, താങ്ക് യു.